മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ കെ അനിൽകുമാർ ജീവനൊടുക്കിയതിൽ ബി.ജെ.പിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് ന്യൂസ് മലയാളത്തിന്. നമ്മുടെ ആളുകൾ വായ്പയെടുത്ത് തിരിച്ചടച്ചില്ല എന്ന് അനിലിന്റെ കുറിപ്പിൽ പറയുന്നു. താനോ ഭരണസമിതിയോ ക്രമക്കേട് നടത്തിയിട്ടില്ല. താൻ ആത്മഹത്യയുടെ വക്കിലാണെന്ന് അനിൽകുമാർ പറഞ്ഞിരുന്നെന്ന് സഹപ്രവർത്തകർ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. സ്വന്തമെന്ന് കരുതിയിരുന്ന ആളുകൾ അനിൽകുമാറിനെ ചതിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കുവാൻ കാലതാമസം ഉണ്ടാക്കി എന്നും അതിൽ കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തമെന്ന് അനിൽകുമാർ കരുതിയിരുന്ന ആൾക്കാരുടെ ചതിയാണ്. എന്തായാലും BJP-ക്കാർ RSS-കാരാണല്ലോ സ്വന്തം ആൾക്കാരെന്ന് പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ലല്ലോ. അങ്ങനെയെങ്കിൽ തിരുമല കൗൺസിലറുടെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും BJP-ക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും? ആ നമ്മുടെ ആൾക്കാർ BJP നേതാക്കന്മാർ ആരൊക്കെയാണെന്നുള്ളവരും അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആത്മഹത്യയുടെ ഉത്തരവാദിത്തം CPIM-ന്റെയും പോലീസിന്റെയും തലയിലിടാനുള്ള BJP-യുടെ ശ്രമം പൊളിഞ്ഞെന്ന് VK പ്രശാന്ത് MLA ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. RSS അനുഭാവിയായ ബാങ്ക് സെക്രട്ടറിക്കും തട്ടിപ്പിൽ പങ്കുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു. എങ്ങനെയെല്ലാമാണ് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിലയിലാണ് ഓരോ ദിവസവും വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അവിടുത്തെ ബാങ്ക് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമതി നീലിമ RSS-ന്റെ അടക്കം ചുമതലയുള്ള ആളുകൂടിയാണ്. അപ്പോൾ അവർക്കടക്കം ഈ കാര്യത്തിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, ഇതിപ്പോൾ വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ്, അസാധാരണവുമാണ്. സാധാരണഗതിയിൽ പൊതുപ്രവർത്തകർ ഇങ്ങനെയൊരു വലിയ ദുരന്തത്തിന് ഇരയാവുക എന്നത് സമീപകാലത്താണ് ഇങ്ങനെ വാർത്തകൾ കേട്ടു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പക്ഷേ അസാധാരണമായ വിധത്തിൽ ചൂടാവുന്നുണ്ടായിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെയും തൻ്റെ ഇതെന്ന് കരുതിയിരുന്ന പാർട്ടിക്കാർ ബുദ്ധിമുട്ടിച്ചതാണ് എന്ന പരാമർശങ്ങളാണല്ലോ, എന്ന് വ്യാഖ്യാനിക്കാവുന്ന പരാമർശങ്ങളാണല്ലോ ഉള്ളത്. എന്താണ് അതിലെ മറ്റു വിശദാംശങ്ങൾ? സനീഷ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന അധ്യക്ഷൻ ശുഭിതനായി കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് മടങ്ങിയത്. ഇനി അദ്ദേഹം ഇതിന് എന്ത് മറുപടി നൽകും എന്നത് നോക്കി തന്നെ കാണേണ്ടതാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരമനുസരിച്ച് ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, അതിൻ്റെ പേരിൽ വലിയ തരത്തിൽ മാനസിക സമ്മർദ്ദമുണ്ടായി, ഈ പണം പലരിൽ നിന്നും തിരിച്ചടക്കാൻ പല അവധി പറഞ്ഞിട്ടും തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. കാലതാമസം ഉണ്ടാക്കിയത് മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ ആഴ്ചകൾക്ക് മുമ്പ് തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള BJP കൗൺസിലർമാരോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവരുടെ മൊഴി പോലീസിന് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ആ മൊഴിയിലും കൃത്യമായി ആത്മഹത്യയുടെ വക്കിലാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും BJP പ്രവർത്തകരോ ഈ സഹപ്രവർത്തകർക്കൊന്നും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒറ്റപ്പെട്ടു, എല്ലാ ഭാരവും തൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഈ സഹപ്രവർത്തകരോട് ഉൾപ്പെടെ ഈ അനിൽകുമാർ. ഒരു നിമിഷം അഞ്ജു, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ BJP നേതാവ് ശ്രീ VV രാജേഷ് കൂടെ നമ്മുടെ ടെലിഫോൺ ലൈനുണ്ട്. VV രാജേഷ്, വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തനം രാഷ്ട്രീയ നേതാവാകുമ്പോൾ ആത്മഹത്യ ഉണ്ടാകുമ്പോഴും അത് രാഷ്ട്രീയ പ്രശ്നമായിട്ടും ചർച്ചയായിട്ടും വരുമല്ലോ. ഇപ്പോൾ അതങ്ങനെ വരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പക്ഷേ സ്വന്തം ആളുകൾ വേണ്ട രീതിയിൽ സഹായിച്ചില്ല എന്ന പരാമർശമുണ്ടല്ലോ. എങ്ങനെയാണ് BJP അതിനെ ന്യായീകരിക്കുക, വിശദീകരിക്കുക? കേൾക്കാമല്ലോ അല്ലേ? അതായത് ഇതിപ്പോൾ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്, ഇതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ BJP RSS എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകൾ വേണ്ട രീതിയിൽ സഹായിച്ചില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് BJP-യുടെ ഒരു വിശദീകരണം എന്താ കാര്യത്തിൽ? ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ആൾക്കാർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് ആരും തിരിച്ചടച്ചില്ല എന്നാണ് അതിൽ വന്നതെന്നാണ് ഞാൻ ചാനലിലൂടെ മനസ്സിലാക്കിയത്. അതായത്, കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. അതായത്, ലോൺ അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജനപ്രതിനിധിയെ കൂടെ ആയതുകൊണ്ട് പിന്നെ പലർക്കും അദ്ദേഹം ലോൺ കൊടുത്തിട്ടുണ്ട്. നിരവധി പേർക്ക് കൊടുത്തു. അദ്ദേഹം മത്സരിച്ച 2 വാർഡിലുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്, മുമ്പ് മത്സരിച്ച സ്ഥലത്തുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുത്തിട്ടുണ്ട് 50,000 1 ലക്ഷമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആൾക്കാർ ഇപ്പോൾ 1 ലക്ഷം രൂപ അടയ്ക്കാനുള്ള ആൾ 1,500 കൊണ്ട് അടയ്ക്കും. അങ്ങനെ ഒരുപാട് കാലമായപ്പോഴേക്കും അക്യുമുലേറ്റ് ചെയ്ത് വലിയൊരു എമൗണ്ട് ആയി. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രതിസന്ധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ലോൺ എടുക്കുന്നത് ഇപ്പോൾ അനന്തപുരം സർവീസ് സഹകരണ ബാങ്ക്, അത് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ബാങ്കാണ്. അപ്പോൾ ആ ബാങ്കിൽ തന്നെ CPM കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് അടയ്ക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ട് കാരണം പെൻഡിങ് വരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ കേരളത്തിലെ സഹകരണ സംഘങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ള ഒരു പ്രതിസന്ധി
ഇവിടെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അതിലപ്പുറം അദ്ദേഹത്തിനെ കൂടുതൽ മരണപ്പെട്ട ഒരാളിന്റെ അത്തരത്തിലുള്ള വാദങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഒരുപാട് പേർക്ക് കൊടുത്തിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ ബാങ്കിൽ 10 രൂപയോട് സാമ്പത്തിക ക്രമക്കേട് പ്രസിഡന്റോ ബോർഡ് അംഗങ്ങളോ ഒന്നും കാണിച്ചിട്ടുള്ള ബാങ്കല്ല. ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ഇന്നുവരെ വന്നിട്ടുള്ള ബാങ്കും അല്ല അത്. ഇതിപ്പോൾ ശ്രീ വി രാജേഷ്, ഇതിപ്പോൾ നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും പരിശോധിക്കേണ്ടുന്ന സമയമല്ല ഈ ഘട്ടം. നിശ്ചയമായിട്ടും അത് ശരിയാണ്. പക്ഷേ BJPക്ക് പാർട്ടി എന്ന നിലയിൽ അദ്ദേഹം പല ആളുകളോടും നേതാക്കളോടൊക്കെ പറഞ്ഞിരുന്നു എന്നാണല്ലോ പറയുന്നത്. നിശ്ചയമായിട്ടും ഇപ്പോൾ ഒരു ബാങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു എന്നത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അറിയുകയും ചെയ്യും. ഇതിപ്പോൾ അദ്ദേഹം ഏറ്റവും അറ്റത്തെത്തി ഒരു തരത്തിലും മാർഗ്ഗമില്ല എന്ന് കാണുമ്പോഴാണല്ലോ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ BJPക്കും മറ്റ് നേതാക്കൾക്കും ഇടപെട്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിരുന്നോ അത്? നിങ്ങളുടെ ചോദ്യം മനസ്സിലായി. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒന്ന്, ഫിക്സഡ് ഡെപ്പോസിറ്റിന് തിരിച്ചു ചോദിക്കുന്ന ആൾക്കാരോട് പരമാവധി സംയമനം പാലിക്കാൻ പറയാം. മറ്റൊന്ന്, പിന്നെ പരമാവധി പെട്ടെന്ന് തിരിച്ചടയ്ക്കണം എന്ന ആൾക്കാരോട് പറയാം. ഈ 2 കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബാങ്ക് ക്രൈസിസിലാവുമ്പോഴേക്കും പണം എടുത്തു കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റില്ല. കാരണം BJP കേരളത്തിൽ ഒരു ബാങ്ക് നടത്തുന്നില്ല. BJPയുടെ ജോലി ബാങ്ക് നടത്തലല്ല. അത് ഞങ്ങൾക്ക് ഒരു ബാങ്കിന്റെ ലാഭത്തിലോ നഷ്ടത്തിലോ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം എടുക്കാനും പറ്റില്ല പാർട്ടിക്ക്. BJPക്ക് CPM-നുള്ളതുപോലെ അങ്ങനെ ഒരു നയമില്ല പാർട്ടിക്ക്. പിന്നെ ഞങ്ങളുടെ അനുഭാവികളും പ്രവർത്തകരും പല ബാങ്കിലും ഡയറക്ടർ ബോർഡ് മെമ്പർമാരും പ്രസിഡന്റുമാരും ഒക്കെയാണ്. അത് അവരുടെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഇടയിലുള്ള അവരുടെ താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണ്. ഈ ബാങ്ക് തന്നെ അഞ്ചായിട്ട് ആരംഭിച്ചതല്ല. ഇത് വേറെ മറ്റാരോ 10-15 വർഷം മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന നഷ്ടത്തിൽ വന്നപ്പോൾ ഇവരെ കൂടെ പോയി ഏറ്റെടുത്ത് ലാഭത്തിലാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അതിലൊരു സാമ്പത്തിക ക്രൈസിസ് വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം എടുത്തു കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നാളെ മറ്റൊരു സ്ഥാപനം ക്രൈസിലാകുമ്പോൾ അവിടെയും കൊടുക്കേണ്ടി. അപ്പോൾ പിന്നെ പാർട്ടിയുടെ ജോലി പണം പിരിച്ചു കൊടുക്കുകയായിട്ട് മാറും. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കില്ല. അപ്പം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പം ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള ശ്രദ്ധ പറ്റിയ എല്ലാ നേതാക്കന്മാരും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തികം മാത്രം എടുത്തു കൊടുക്കാൻ, ലിക്വിഡ് ക്യാഷ് എടുത്തു കൊടുക്കാൻ ഒരു പാർട്ടിക്ക് പറ്റില്ല. അത് ശരിയാണത്. അതങ്ങനെ കൊടുത്തു തുടങ്ങിയാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന ബാങ്കുകളെല്ലാം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പാർട്ടി കൊടുത്തോളൂ എന്ന് കരുതിയിട്ട് പിന്നീട് ആ പ്രശ്നം. അതെ, പക്ഷേ ശ്രീ വി രാജേഷ്, താങ്കൾ അടക്കമുള്ള ആളുകളോട് വ്യക്തിപരമായിട്ട് അദ്ദേഹം സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. വ്യക്തിപരമായിട്ട് ഞാനിങ്ങനെ ഒരു വൻ ക്രൈസിസ് ചെന്ന് പെട്ടിരിക്കുകയാണ്, ഈ പണം ഇങ്ങനെ പിരിഞ്ഞു കിട്ടുന്നില്ല, എന്ത് ചെയ്യും എന്നത് വ്യക്തിപരമായിട്ട് താങ്കൾ അടക്കമുള്ള ആളോട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ കൊടുത്തൊരു മറുപടി എന്താ? ഈ വലിയ അപകടത്തിലേക്കൊന്നും പോകരുത് എന്ന തരത്തിലുള്ള വർത്തമാനം സ്വാഭാവികമായിട്ട് നിങ്ങൾ സഹപ്രവർത്തകരാണല്ലോ പറഞ്ഞിരിക്കുമല്ലോ. ഞങ്ങൾ പറയാം. ഇപ്പം ഞാൻ വന്ന് താങ്കളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ താങ്കൾ പ്രകാശം പരിഹരിക്കാം, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാം, അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച വ്യക്തിപരമായിട്ടുള്ള എല്ലാ സംസാരങ്ങളും കാര്യങ്ങളും ഇപ്പം ഞാൻ ടെലിഫോണിലൂടെ പറയണോ? ഞാൻ ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ജില്ലാ ഭാരവാഹികളൊക്കെ തന്നെ പല ആൾക്കാരെയും കണ്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഞാൻ പേരുകൾ എല്ലാവരും ഇപ്പം മാധ്യമങ്ങളിലൂടെ പറയുന്നില്ല, കണ്ടിട്ട് സാവകാശം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പലരെ കൊണ്ടും തിരിച്ചടപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞു 1 ലക്ഷം രൂപ അടയ്ക്കാനുള്ള ആൾ 1000-2000 അടച്ചിട്ട് പറയാം അടുത്ത ആഴ്ച അടയ്ക്കാം, അടുത്ത മാസം അടയ്ക്കാം. അത് ചിലപ്പോൾ നീണ്ടുപോകും. അപ്പോൾ ചെയ്യാൻ പറ്റും, ക്യാഷ് എടുത്ത് കൊടുക്കുന്ന വെച്ച് പറ്റുന്ന സഹായങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു ദുർബല ദിവസത്തിൽ ആ പാവത്തിന്റെ മനസ്സ് കയ്യിൽ നിന്ന് കാണൂല. ശരി, വളരെ നന്ദി ശ്രീ വി രാജേഷ്. എനിക്ക് തോന്നുന്നു പക്ഷേ ഇന്നലെ ഒറ്റ കാര്യം, ഇന്നലെ ഈ രാജീവ് ചന്ദ്രശേഖരൻ, സ്വാഭാവികമാണല്ലോ ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് ആത്മഹത്യ ചെയ്യുന്നു. അത് അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുമ്പോൾ എൻ്റെ സ്വന്തം ആളുകൾ തന്നെയും പ്രശ്നത്തിലാക്കി എന്നെ എന്ന മട്ടിൽ ഉള്ള വരികൾ കൂടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ പാർട്ടിയുടെ നേതാവിനോട് ചോദിക്കില്ലേ ആളുകൾ. അപ്പോൾ അദ്ദേഹം ചൂടാവുന്നൊന്നും ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, അതൊക്കെ നിങ്ങൾ അവിടെ അദ്ദേഹം മറുപടി പറഞ്ഞ കാര്യങ്ങളാണല്ലോ. അത് നമ്മളിപ്പോൾ ഇന്നലെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. അതിലിപ്പോൾ ഞാൻ ചർച്ചയിലോട്ട് വരുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ വി രാജേഷ്. ഞാൻ താങ്കളുടെ സഹപ്രവർത്തനം ആത്മഹത്യ ചെയ്ത ഒരു സംഭവത്തിൽ അതിൽ കൂടുതൽ ചോദ്യം ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത് ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. അഞ്ജു ജയപ്രകാശ് തുടർന്നു. അഞ്ജു, പക്ഷേ നമുക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം കോൺഗ്രസ് നേതാക്കൾ വയനാട്ടിൽ 5 നേതാക്കൾ സമാനമായതെന്ന് പറയാവുന്നതല്ല, എങ്കിലും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആത്മഹത്യ യിലേക്ക് പോയിരിക്കുന്നു. സാധാരണഗതിയിൽ നേരത്തെ കേരളത്തിൽ അങ്ങനെ പൊതുപ്രവർത്തകരുടെ ആത്മഹത്യ എന്നത് ഈ ഘട്ടത്തിൽ ഈ വലുപ്പത്തിൽ ചർച്ചയായ സംഭവങ്ങളില്ല. ഇവിടെ BJP നേതൃത്വം നൽകുന്ന വിശദീകരണത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതല്ല ആവുന്നതല്ല. അതായത് പാർട്ടിക്ക് പണമെടുത്ത് കൊടുക്കുക എന്നത് സാധ്യമല്ലല്ലോ എന്ന് വി രാജേഷ് പറയുന്നതിനെ തള്ളിക്കളയുക സാധ്യമല്ല. പക്ഷേ സ്വാഭാവികമായിട്ട് അവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടൊരു ചർച്ചയായിട്ട് ഇത് ഉയർന്നു വരുമല്ലോ. വി ശിവൻകുട്ടിയും പ്രശാന്തും അടക്കമുള്ള CPM നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട്. CPM ആണ് കുഴപ്പക്കാർ ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് BJPക്കാർ പതുക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെയും സംസ്ഥാനത്തെയും രാഷ്ട്രീയ ചർച്ചകളെ എങ്ങനെയാണ് സ്വാധീനിക്കുക?
സനീഷ്, ഒരുപക്ഷെ ഈ BJP-ക്കാർ പറയുന്നത് പോലെ BJP-യുടെ കോർപ്പറേഷൻ സമരമായിക്കോട്ടെ, BJP ഉയർത്തുന്ന എല്ലാ പ്രതിഷേധങ്ങൾക്കും മുൻപ് പന്തിയിൽ നിൽക്കുന്ന വളരെ ജനങ്ങളോടൊക്കെ വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരു നേതാവാണ് ഈ അനിൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ പാർട്ടി തന്നെയാണ് കൂടെ നിൽക്കേണ്ടത്. അത് പണം എടുത്തു കൊടുക്കണം എന്നതിലല്ല. സാധാരണ ഇത്തരത്തിൽ ബാങ്കിൽ വായ്പ തിരിച്ചടക്കാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ ഈ അടക്കാത്ത ആളുകൾക്കെതിരെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കാൻ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ നിലനിൽക്കെ എന്തിനാണ് അദ്ദേഹത്തിന് സ്വന്തം ജീവൻ ഒടുക്കേണ്ടി വന്നത് എന്നത് ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഈ 6 കോടിയോളം രൂപയാണ് നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളത്. അതിൽ വായ്പ നൽകിയ 11 കോടിയോളം രൂപ തിരികെ ലഭിക്കാനുമുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് കണക്കുകൾ മുഴുവൻ നിരത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ എടുത്തത് പലരും BJP പ്രവർത്തകരാണ് എന്ന നിലയിൽ ഇത്തരത്തിൽ അവർക്ക് തന്നെ ഇടപെട്ട് സഹായിക്കാമായിരുന്നു എന്നതൊക്കെ. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ ഒറ്റപ്പെടുത്തുമായിരുന്നില്ല, തന്നെ സഹായിച്ചില്ല എന്ന കാര്യം അദ്ദേഹം കുറിക്കില്ലായിരുന്നു. ഇത് തൻ്റെ മേലിൽ എല്ലാ ഭാരവും താൻ ഏൽക്കേണ്ടി വന്നു, ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വന്നു എന്ന് സഹപ്രവർത്തകരോട് അദ്ദേഹം ഒരാഴ്ച മുമ്പ് പറയണമെങ്കിൽ ആരും സഹായിക്കാതെ കഴിയൊഴിഞ്ഞ് കാണുമല്ലോ. അത്തരത്തിലൊരു അവസരത്തിലായിരിക്കാം അദ്ദേഹം ആത്മഹത്യ എന്ന ചിന്തയിലേക്ക് കടന്നിട്ടുണ്ടാവുക. അത് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരം. ശരി, നന്ദി അഞ്ജു ആ വിവരങ്ങൾക്ക്.